ബംഗാളിൽ നിന്നെത്തി കേരളം കീഴടക്കിയ രണ്ട് മിടുക്കരുടെ കഥയാണ് ഞങ്ങൾ പറയുവാൻ പോകുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിൽ ജോലി തേടിയെത്തിയ റോബർട്ട് പ്രധാൻ, റീത്ത പ്രധാൻ എന്നീ ദമ്പതികളുടെ മക്കളാണ് രോഹൻ പ്രധാനും റബീക്ക പ്രധാനും. 5ാം ക്ലാസ് മുതൽ റാന്നിയിലെ MS ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ. ഇവർക്ക് +2 കിട്ടിയ മികച്ച വിജയം. റോഹൻ ലഭിച്ചിരിക്കുന്നത് 97% വിജയമാണ്. റാന്നിയിലെ തന്നെ ഏറ്റവും ടോപ്പ് മാർക്കോടെയാണ് വിജയം വരിച്ചിരിക്കുന്നത്. മലയാളി വിദ്യാർത്ഥികളെ പിന്നിലാക്കി ബംഗാളിൽ നിന്നെത്തിയ ഒരു അതിഥി തൊഴിലാളിയുടെ മക്കൾക്കുണ്ടായ ഈ വിജയത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. അവർ നമ്മളോട് സംസാരിക്കുവാൻ പോവുകയാണ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, ഇത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് തോമസ് പാസ്റ്ററുടെ സഭയിലെ മെമ്പേഴ്സാണ്. ആ സഭയുടെ അവരുടെ ഒരു ഹിന്ദി വിങ്ങുണ്ട്. ആ ഹിന്ദി വിങ്ങിന് ശുശ്രൂഷ നടത്തുന്നത് പാസ്റ്റർ സണ്ണി ഓദറ എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതൻ കൂടെയായ കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹവും ഈ അഭിമുഖത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിമുഖം നടത്തുന്നത് ഹാലലിയയുടെ ന്യൂസ് എഡിറ്റർ നോഹാസാം. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വളരെ സ്പെഷ്യലായി 3 ഗസ്റ്റുകളുണ്ട്. ഇതിൻ്റെ അകത്ത് 2 പേർ വളരെ യങ് ആണ്, നിങ്ങൾ കാണുന്നത് പോലെ. പക്ഷെ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ അച്ചീവ്മെന്റ്സ് അതിനെപ്പറ്റി പറയാനും ദൈവം നടത്തിയ വഴികൾ പറയാനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുന്നത്. ഇന്ന് എന്നോട് കൂടെ റോഹൻ പ്രധാൻ, റിബേക്ക പ്രധാൻ ആൻഡ് പാസ്റ്റർ സണ്ണി ഓദർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ് ആൻഡ് വെൽക്കം. ഓക്കെ, എനിക്കൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരാമോ? നിങ്ങളുടെ ലൈഫ് കേരളത്തിൽ വന്നത് എപ്പോഴാണ്? കേരളത്തിൽ ആക്ച്വലി ഞാൻ വന്നത് ഒരു 2013 ഒക്കെ ആയപ്പോഴായിരുന്നു. എൻ്റെ ഡാഡി നേരത്തെ തൊട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന, ഹോട്ടലിൽ കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന. സോ അങ്ങനെ ഞങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി ഞങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോൾ ഞാനൊരു LKG വരെ നാട്ടിൽ പഠിച്ചു. എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ സ്റ്റഡീസ് തുടങ്ങുന്നത് തന്നെ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അവള് കുഞ്ഞിലെ തൊട്ട് ഇവിടെ തന്നെയാണ്. ഞങ്ങളുടെ ശരിക്കുള്ള നാട് വെസ്റ്റ് ബംഗാൾ, സിലിഗുഡിയിലായിട്ടാണ്. സിലിഗുരി സൈഡിലാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ 2013 വന്നു. അതിന് ഞാൻ LKG വരെ അവിടെ പഠിച്ചു. എന്നിട്ട് UKG തൊട്ടാണ് ഇവിടുന്ന് എന്റെ സ്റ്റഡീസ് തുടങ്ങുന്നത്. 5 years ആയിരുന്നു എന്റെ ഏജ്. ഇവള് എന്റെ സിസ്റ്റർ എന്നെക്കാട്ടിലും 2 years യങ്ങറാ. ബട്ട് ഞങ്ങള് ഇവിടെ ആയതുകൊണ്ട് അവള് നേരത്തെ വന്നയാ. 1 year എന്നെക്കാട്ടിലും 1 year മുമ്പ് വന്നേ. അപ്പൊ എനിക്ക് മലയാളം ശരിക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പും കൂടെ ആവാൻ വേണ്ടി അപ്പൊ 2 പേരും ഒരേ ക്ലാസ്സിലാക്കി. മലയാളം പഠിച്ചു. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഇവൾക്ക് നല്ല ആ സമയത്ത് നല്ലതായിട്ട് മലയാളം അറിയായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവള് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ചൊരു ക്ലാസ്സിലാക്കി. അങ്ങനെ ഞങ്ങള് ക്ലാസ് 4th വരെ റാന്നി തന്നെ ഗവൺമെന്റ് LPG സ്കൂളിൽ പഠിച്ചു. അതിന് 5th സ്റ്റാൻഡേർഡ് തൊട്ട് നെക്സ്റ്റ് MSHS റാന്നി, അവിടെ അടുത്ത് തന്നെ റാന്നി തന്നെ ഉള്ളത്, അവിടെ പഠിക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങളിപ്പം +2 വരെ ഞാൻ അവിടെ തന്നെ പഠിച്ചേ. കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് വരുക. അപ്പൊ ആദ്യമായിട്ട് എങ്ങനെ വന്നപ്പോ പെട്ടെന്ന് പുതിയൊരു കൾച്ചർ, പുതിയൊരു എൻവയൺമെന്റ്, പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സ്, എല്ലാരും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു അത്? അതായത് ജീവിതത്തിലോട്ട് കിടക്കുന്നേ ഉള്ളൂ. 5-6 വയസ്സിന് മുമ്പാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നാലും ഇപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ വളർന്നതിന്റെയും ഇവിടെ വളർന്ന പെട്ടെന്നൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വല്ലതും തോന്നിയോ? ആദ്യം എനിക്ക് ഒരു വർഷം കുറച്ച് അഡ്ജസ്റ്റ് ആവാൻ, ഒരു ഫുഡും കാര്യങ്ങളും, പിന്നെ കൾച്ചർ, ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽസ്, ടോക്കിങ്, ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ ബിഹേവിയർ, അങ്ങനെ കുറച്ച് ഒരു വർഷം അഡ്ജസ്റ്റ് ആവാൻ. പിന്നെ നമ്മള് അതേ തന്നെ കയറി എല്ലാം. അന്ന് തൊട്ട് ഞാൻ ചർച്ചിലും പോകാറുള്ളൂ. പിന്നെ ഞങ്ങള് കുഞ്ഞിലോട്ട് പാസ്റ്റർ സണ്ണിയെ അറിയാം. ഞങ്ങളെ ഫാമിലി ഇങ്ങനെ കോണ്ടാക്ട് ഉള്ളയാ. പിന്നെ അങ്ങനെ ചർച്ചിൽ പോകാൻ തുടങ്ങി. ഹിന്ദി വർഷിപ്പ് ഹിന്ദി വർഷിപ്പ്. അപ്പം ഡാഡിയുടെ പേര് പപ്പ മമ്മി റോബർട്ട് ആൻഡ് റീത്ത. റോബർട്ട് ആൻഡ് റീത്ത പ്രധാൻ. അവര് വന്നു, അവരും മലയാളം ഒക്കെ പഠിച്ചു. അവര് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക. ഡാഡി ഇപ്പോ ഹോട്ടൽ വർക്ക് ചെയ്യുന്നു. മമ്മി ഇങ്ങനെ ഹൗസ് വൈഫ് തന്നെയാ. പിന്നെ ഡാഡി ഡാഡിയുടെ എനിക്ക് തോന്നുന്നൊരു 19 or 20 ആ ഒരു ഏജ് ഉള്ളപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്.
ഓക്കെ, നൈസ്. അപ്പം ഈ ഈ ചർച്ചുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയണമെന്നുണ്ട്. അപ്പൊ ആ സെയിം ചർച്ചിൽ തന്നെയാണോ വന്നപ്പോ തൊട്ട് അതേ ചർച്ചിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? നേരത്തെ ഞങ്ങള് ഈറ്റപ്പാറ ഒരു ചർച്ച് ഉണ്ടായിരുന്നു, അവിടെ പെന്തക്കോസ്ത് തന്നെയായിരുന്നു, അവിടെ പൊക്കോണ്ടിരുന്നേ. പിന്നെ ഞങ്ങള് സണ്ണി പാസ്റ്ററിനെ അറിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, പിന്നെ ഇങ്ങോട്ട് ആയി. പിന്നെ ഞങ്ങള് അന്ന് മുതലേ ഇവിടെ തന്നെ പാസ്റ്റങ്ങള് ഇവിടെ തന്നെ. ഓക്കെ, രണ്ടുപേരെയും വീട്ടിലിരുത്തി പഠിപ്പിക്കുമായിരുന്നോ? വീട്ടില് അച്ഛനും അമ്മയും? നേരത്തെ തൊട്ട് പഠിപ്പിക്കായിരുന്നു. ആണല്ലേ? കുഞ്ഞിലെ തൊട്ട് ട്യൂഷനൊക്കെ ട്യൂഷനൊക്കെ. കോവിഡ് സമയത്താണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു ട്യൂഷൻ, അല്ലാതെ അടുത്തുള്ള നെയ്ബേഴ്സ് അവര് പഠിപ്പിക്കായിരുന്നു. പഠിക്കാൻ താല്പര്യമായിരുന്നു അല്ലേ? പഠിക്കാൻ താല്പര്യം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെയോ? എനിക്ക് സ്പോർട്സിനാണ് താല്പര്യം. ഫുട്ബോളില് ഞാൻ അത്യാവശ്യം കളിക്കും സ്കൂൾ ലെവൽസിലൊക്കെ. മോളോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ഇപ്പം ചേട്ടനെ കണ്ടു, ഇപ്പൊ കാര്യങ്ങൾ നമ്മൾ പ്ലസ് ടുവിലെല്ലാം മാർക്കൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായോ? ദൈവമുണ്ട്, ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴല്ലോ നമുക്ക് ഇതുപോലൊരു ഒരു സെൻസ് ഓഫ് പർപ്പസ് കിട്ടും. എന്താണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ പെയിന്റ് അടിക്കാൻ ശ്രമിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താണ് ഇനി ഫർദർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പോഴേ അതിനെപ്പറ്റി ഞാൻ ചുമ്മാ വെറുതെ പറയല്ല, ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ഞാൻ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മള് ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്, സോ മെനി ഓപ്ഷൻസ് ടു ചൂസ് ഫ്രം, അല്ലെ? അപ്പം നമുക്ക് ഇതുപോലെ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്, പലതും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യും? AI വന്നു, ഒത്തിരി പേരുടെ ജോലി പോകുന്നു, നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ദൈവത്തിന്റെ കൂടെ നിന്നാൽ ദൈവത്തിന് നമ്മുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കുറെ കൂടെ എളുപ്പമാവും. ഓക്കെ, സോ റാന്നിയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളാണ് 10ാം ക്ലാസ്സിൽ, അല്ലേ? ആ ഒരു വർഷം. അപ്പം ആ ഒരു ഫീലിംഗ് ഒന്ന് പറഞ്ഞുതരോ? എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു ഫീലിംഗ്. എല്ലാവരും സപ്പോർട്ടീവ് തന്നെയാ. അപ്പൊ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കുറെ പേര് ഇങ്ങനെ ചോദിക്കും, നമുക്ക് നമ്മുടെ പാരന്റ്സിനെ പ്രൗഡ് ഫീൽ ആവും. അപ്പൊ അങ്ങനെ എന്റെ ഡാഡിയും കുറെ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു. കുറെ പേര് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അല്ലാതെ ചർച്ചിലും കുറെ പബ്ലിക് അപ്രീഷിയേഷൻ കിട്ടും. ന്യൂസ് പേപ്പർ അടിക്കുമ്പോൾ എല്ലാവരും നമ്മളെ അറിയും. ഇപ്പൊ നീ മറ്റേ ന്യൂസ് പേപ്പർ വന്ന ആളല്ലേ, അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നമുക്ക് തന്നെ പ്രൗഡായിട്ടൊരു ഫീൽ ആവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ നല്ല പെർഫോമൻസ് ചെയ്യണം എന്നൊരു ആ സമയത്ത്, ഈ പെർഫോം ചെയ്തോണ്ടിരുന്ന സമയത്ത് അന്നത്തെ ഒരു റുട്ടീൻ പറഞ്ഞുതരാം. അതായത് ചുമ്മാ എല്ലാ ദിവസവും എണീറ്റ് പഠിക്കാൻ തുടങ്ങുവാണോ, അതോ അങ്ങനെ ആ ഒരു കാര്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്ത്? അല്ല, പഠിക്കുക മാത്രല്ല, ഞാൻ ആ സമയത്ത് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവായിരുന്നു. അല്ലാതെ TVs അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കറക്റ്റ് ഒരു ഫിക്സഡ് ടൈം ഉണ്ട് പഠിക്കാനുള്ള. ഫിക്സഡ് ടൈം, അത് പഠിക്കാനുള്ള സമയത്ത് കറക്റ്റ് പഠിക്കുകയാണെങ്കിൽ അത് നടക്കും. പിന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഫുൾ ടൈം പഠിക്കാൻ അങ്ങനെയല്ല. ചേട്ടൻ ഇത്രയും പഠിക്കുന്നോണ്ട് നമുക്ക് വീട്ടിൽ പ്രശ്നമുണ്ടോ? ചെറുതായിട്ട് ഇച്ചിരി പ്രഷർ ഉണ്ടല്ലേ? കുഴപ്പമില്ല, മാറിക്കോളും. ഓക്കെ, നീ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി എന്ന് പറഞ്ഞേ. ഫ്യൂച്ചർ പ്ലാൻസ്, ഞാൻ എൻ്റെ 10th കഴിഞ്ഞപ്പോഴേ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. ദാറ്റ്സ് എന്തോ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് പോകണം. ദാറ്റ്സ് വൈ അപ്പോൾ ഞാൻ സയൻസ് എടുത്തില്ല, പിന്നെ ഞാൻ കൊമേഴ്സ് ഫീൽഡിലേക്ക് മാറി. ഇപ്പോൾ കൊമേഴ്സ് ഇനിയിപ്പോൾ 12th കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് എൻ്റെ പ്ലാൻ ACC വിത്ത് BCom ഇന്റർഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സിലേക്ക് പോകാനായിരുന്നു. ഒരു അക്കൗണ്ടന്റ് ആയി മാറാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഇവരുടെ ഒരു ചർച്ചിലെ ഒരു സിറ്റുവേഷൻ എന്നോട് പറഞ്ഞത്. ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും ആക്റ്റീവ് മെമ്പേഴ്സാണ്. അവിടുത്തെ സൺഡേ സ്കൂൾ, മലയാളം സൺഡേ സ്കൂളുണ്ട് പ്രിൻസിപ്പാളുടെ. അതിൽ ഇവർ രണ്ടുപേരും വളരെ ആക്റ്റീവാണ്. വളരെ മാർച്ചും വളരെ ഒത്തിരി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇവരൊക്കെ. ഇന്ന് പ്രത്യേകിച്ച് അവിടുത്തെ ആരാധനയിൽ പ്രിയ റോഹൻ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ്. ആരാധന ലീഡ് ചെയ്യാനും സങ്കീർത്തനം വായിക്കാനും. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒത്തിരി ദൂരമാണ് റാന്നിയിൽ. അവിടെ ഏതെങ്കിലും വിശ്വാസികൾ, ഞങ്ങളുടെ ചർച്ചിലെ ഞാൻ बीच में थोड़ा हिंदी भी बोल दूँगा क्योंकि ये कई लोग ये सुनेगा ये बात
तो वो भी सुनने दो, क्योंकि हमारे चर्च में कई स्टेट का लोग हैं परमेश्वर को सच्चाई में और आत्मा में आराधना करने वाला, और वहाँ इनका बहुत सपोर्ट है उनका। हमारा सपोर्ट इसलिए कि कहीं जाना है, कोई बीमार है, मैं अगर इतना दूर जाकर उसको रिक्वेस्ट करे, जाकर रोहन थोड़ा मम्मी के साथ जाकर उस परिवार के लिए दुआ करो, वो फटाफट चाहता है और दुआ करता है. അവിടെ ചർച്ചിൽ ആർക്കെങ്കിലും സുഖമില്ല അല്ലെങ്കിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റോഹനെ വിളിച്ച് പറയും, റോഹൻ മമ്മിയുടെ കൂടെ ഒന്ന് പോയി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ അന്നേരം തന്നെ റോഹനും മമ്മിയും കൂടെ ഓട്ടോ പിടിച്ചാൽ എങ്ങനെ ആയാലും അവിടെ പോയിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. അതാണ് എനിക്ക് ഏറ്റവും ആ കുടുംബത്തോടുള്ള താല്പര്യം. ബൈബിൾ ഒത്തിരി വായിക്കും, പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി വർഷിപ്പ് ചെയ്യുന്നതിനകത്ത് യാതൊരു ഒരു അല്പത്തരവും ഇല്ല. ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ ചർച്ചിലെ വളരെ ആക്റ്റീവാണ് ഞങ്ങൾ. റോഹനും റബിക്കായും അവിടെ മമ്മിയും ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് 1 മാസം കഴിഞ്ഞ് വന്നു. വളരെ സന്തോഷമാണ്. ഞാനൊരു ഡിഫറെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ നല്ല ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു, ഓക്കെ, ചർച്ചിൽ ആക്റ്റീവ് ആണ്, ശരി. ഈ സൺഡേ സ്കൂൾ നമ്മളുടെ ഒരു സിലബസ് ഇല്ലേ, സൺഡേ സ്കൂളിൽ നമ്മൾ ക്ലാസ് 1 തൊട്ട് 12 വരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ, ആ സിലബസിനെ പറ്റി എന്താ അഭിപ്രായം? ലൈക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ? ഇസ് ദർ സംതിങ് ലൈക്ക് ഒരു നല്ലൊരു രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കി പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സൺഡേ സ്കൂളിൽ? അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഒരു പാഠാവലി ഉണ്ട്, നമ്മളുടെ ഒരു സിലബസ് ഉണ്ട്, അതിനനുസരിച്ചല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് സ്ക്രീനിൽ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തെ കാര്യങ്ങളാണ് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അത് പഠിപ്പിക്കുന്ന രീതികളും അതിനൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടോ, അതോ നമുക്ക് എന്തെങ്കിലും മാറി ചിന്തിക്കാൻ പറ്റുമോ? സൺഡേ സ്കൂൾ സിലബസിന് എനിക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ബട്ട് നമുക്ക് കുറച്ച് ടൈം കുറച്ചും കൂടെ വേണം, കാരണം ക്ലാസ് നമ്മളിങ്ങനെ അവർ സിലബസ് പോർഷൻ അങ്ങനെ ഫുള്ളും കവർ ആവുന്നില്ല, പറ്റത്തില്ല. ബൈബിൾ എന്ന് പറയുന്നത് വലിയ 66 പുസ്തകങ്ങൾ അടുക്കി വെച്ചേക്കുന്ന ഒരു വലിയ മഹാപുസ്തകം. അത് നമ്മൾ ചുമ്മാ വായിച്ചിട്ടാൽ നടക്കത്തില്ല, കുറച്ചും കൂടെ ഡിഫൈൻ ആയിട്ട് മനസ്സിലാവണം പിള്ളേർക്കാണെങ്കിലും, കുറച്ച് ടൈമും കൂടെ വേണം. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിനും ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ ഇപ്പം പഠിക്കാൻ 4 മണിക്കൂർ എടുത്താലും നമ്മൾ ആ 1 മണിക്കൂർ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ മനസ്സിലായോ, അവിടെയും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ അപ്പം എല്ലാ ദിവസവും നിങ്ങളുടെ ലൈഫിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? അതായത് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കോ, ബൈബിള് വായിക്കോ, എത്ര സമയം ബൈബിള് വായിക്കാൻ സ്പെൻഡ് ചെയ്യും, അതൊക്കെ ഇത് പറയാം. ബൈബിൾ നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ പണ്ട് പൊതുവെ മമ്മി ആദ്യം തൊട്ടേ പറയും ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം. സോ അങ്ങനെ ശീലം വന്നയാ, പ്രാർത്ഥിക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പിന്നെ വൈകിട്ട് ബൈബിൾ വായിക്കണം. പണ്ട് മുതലേ അത് മമ്മി പറയുന്നേ. ഹിന്ദി പഠിപ്പിച്ചത് മമ്മി തന്നെയാ, പിന്നെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മമ്മി തന്നെയാ. പിന്നെ വീട്ടിൽ തന്നെ കുറെ പ്രെയർ ചെയ്യായിരുന്നു. നമ്മുടെ കോവിഡ് ടൈമിൽ കുറെ പ്രെയർ ചെയ്യായിരുന്നു, വീഡിയോ കോള് സനി പാസ്റ്ററിന്റെ പ്രെയർ ചെയ്യായിരുന്നു. പഠിച്ചു. മമ്മി തന്നെ എങ്ങനെ മുന്നോട്ട് വന്നു. മനസ്സിലായി. മലയാളം ബൈബിൾ വായിക്കാൻ പറ്റും? അറിയാം, കുഴപ്പമില്ല, അറിയാം. അത് എനിക്കൊന്ന് മലയാളം ബൈബിളിലും കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആ മലയാളം ലാംഗ്വേജ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിലെ വന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി കാണത്തില്ല. പക്ഷെ ഒരുപാട് പേർക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു ലാംഗ്വേജ് വെച്ച് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ ഹീബ്രു ലാംഗ്വേജിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പൊ പല മീനിങ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മലയാളത്തിൽ നിന്ന് വായിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ആ ദൈവത്തോട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാ സാധാരണ ഒരു രീതിയിൽ ഇപ്പം ഒരു ബൈബിൾ സ്റ്റഡി സെഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. ഒരു ബൈബിൾ സ്റ്റഡി സെഷനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? എങ്ങനെയാണ് ഇപ്പം ഒരു ബൈബിൾ തുറന്നു, ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ബൈബിൾ തുറന്ന് വായിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് തുറന്ന് വായിക്കുമ്പോൾ ചിലപ്പം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ കൂടുതൽ വായിക്കും, വി ഗെറ്റ് മോർ ഇൻട്രസ്റ്റഡ്. അത് പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ അത് ഒട്ടും മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അത് എന്തോ ചെയ്യുന്നു? നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ മാത്യൂസ് വന്നു തുടങ്ങിയ അത് തന്നെ കണ്ടിന്യൂസ്ലി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങ് തോന്നും. അപ്പം പണ്ട് മുതലേ അങ്ങനെയാണ്.
പിന്നെ നമ്മളിങ്ങനെ സംഗീതനം വായിക്കാൻ തുടങ്ങിയാലും അത് വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് ഓരോ ഡേയ്സ് ഓരോ പാഠം അങ്ങനെ പഠിച്ചുകൊണ്ട് പോകും. പിന്നെ പ്രിൻസ് മാസ്റ്ററോടൊക്കെ ചോദിക്കാമല്ലോ അല്ലേ? അതെ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ. അവിടുത്തെ ഒരു വലിയൊരു സ്ട്രോങ് ഹോൾഡ് പോലെയാണ് പ്രിൻസ് മാസ്റ്റർ അല്ലെ? റാന്നിയില് എല്ലാവർക്കും ഒരു വികാരമാണ് പ്രിൻസ് മാസ്റ്റർ എന്ന് പറയുന്നത്. വെരി ബ്ലെസ്ഡ് പേഴ്സൺ. അത് തന്നെയല്ല, പ്രിൻസ് മാസ്റ്റർ ഹിന്ദി വർക്കിന് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നു. അദ്ദേഹം വളരെ പെയിൻ എടുത്തിട്ട് ഇവരൊക്കെ അവരുടെ വണ്ടികളിൽ, അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഇവരെ കൊണ്ടിരുന്നത്. ഒത്തിരി പേരുണ്ട് ഇവിടെ ജണ്ടായിക്കൽ അങ്ങനെയുള്ള സ്ഥലത്തൊന്നുമല്ല. ഹിന്ദിക്കാരെ ഒരു ടൈം പറയും, നമ്മുടെ പാഷേഴ്സ് ഉണ്ട്, അവർ ടൈം പറയും, ആ സമയത്ത് ഇവിടെ നിൽക്കാൻ പറയും, ഓരോ സ്പോട്ട് ടൈം പറയും, ഇവിടുന്ന് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവിടും. ഈവൻ ഇവർ ഒത്തിരി ദൂരെ നിന്ന് വരുന്നവർക്ക് ഈവൻ ഫുഡ് വരെയും ഹിന്ദിക്കാർക്ക് പുള്ളി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ 2015 മുതൽ അവിടെ പോകാൻ തുടങ്ങിയത്. 2015 നമ്മുടെ രാജ്പോക്കാല പാഷാണ് എന്നെ പ്രാർത്ഥിച്ച് അവിടെ റാന്നിയിലെ ഹിന്ദി മിനിസ്ട്രിക്ക് വേണ്ടി അയക്കുന്നത്. അന്നേരം വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അന്ന് റോഹൻ്റെ മമ്മി പപ്പ, പിന്നെ ഒരു 4-5 3-4 ഫാമിലി ഉള്ളായിരുന്നു. എന്നാലേ അത് കഴിഞ്ഞ് റോഹനൊക്കെ വളരെ ആക്റ്റീവായി പാഷയുടെ രാജ്പോകാല പാഷനെ പ്രാർത്ഥിച്ചയച്ചു. അതിൻ്റെ ഫലം എനിക്കിന്ന് മിനിസ്ട്രിയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ രോഹനെ റബേക്കയും അവരുടെ പാരൻസിനെയും പോലെയുള്ള ഒരുപാട് ഫാമിലീസ് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഇടയിൽ നിങ്ങൾക്കൊരു യുണീക്ക് പ്ലേസ് ഉണ്ട്. അതായത് മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് അവരുടെ ഇടയിൽ കൂടുതൽ ആക്സസ് ഉണ്ട്. അപ്പം സാധാരണ ഇപ്പോൾ ഒരു മലയാളി ചെന്നൊരു ഹിന്ദിക്കാരൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ മാത്രമാണ്. മനസ്സിലായി? ഇവിടുത്തെ സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരുടെ ഇടയിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് വേറെ ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് യുണീക്ക് സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്, യുണീക്ക് സെറ്റ് ഓഫ് ആക്സസ് ഉണ്ട്. അപ്പം അവരുടെ ഇടയിൽ ഇപ്പം ചിലപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ സാക്ഷ്യം കേട്ടത്, ഇപ്പം ഒരാളുടെ അടുത്ത് മുടി വെട്ടാൻ പോയപ്പം അവിടെ ചെന്നപ്പോഴും ഇതുപോലെ ഹിന്ദി പറയുന്ന ആളാണ്. അപ്പൊ ഹിന്ദി പറയുന്ന ആൾ അവര് ഹിന്ദി സംസാരിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഈ അവിടെ കടയിൽ വർക്ക് ചെയ്യുന്ന ബാർബർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് കയറാൻ പറ്റാത്ത ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ വെച്ച് അന്ന് സുവിശേഷം പറയാൻ ഈ ദേവദാസിനെ ഇടയാക്കി. മനസ്സിലായോ? അപ്പം നമുക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ സുവിശേഷം നിരോധിക്കപ്പെടുന്നു, നമുക്ക് ഒരുപാട് പേരോട് സത്യം പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോലും ഇതുപോലുള്ള കഥകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇത്രയും വലിയ ജനക്കൂട്ടം, അതായത് ഓൾമോസ്റ്റ് 80 ലക്ഷം 1 കോടി ആൾക്കാരായി മൈഗ്രന്റ് വർക്കേഴ്സ്. അപ്പം അവരുടെ ഇടയിലൊക്കെ ഒരുപാട് ഒരു ലൈറ്റായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. സോ അതിന്റെ ഇടയിലെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നു. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ സെക്യുലർ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് 10th 12th എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഫുൾ A+ അല്ലേ? അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെ. സോ അത് ഇപ്പോഴെന്നുള്ളത് മാത്രമല്ല, അത് കണ്ടിന്യൂ ചെയ്ത് അത് ദൈവമായിട്ട് അലൈൻ ചെയ്ത് ആ ഒരു പർപ്പസ് സ്വയമേ കണ്ടുപിടിക്കുക. പിന്നെ ലോകത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഓടുന്നത്, നമ്മൾ ദൈവത്തിനെ നോക്കി ലക്ഷ്യം വെച്ച് ഓടുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു സ്മോൾ അഡ്വൈസ്. ഓക്കെ. നോഹാമോൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മമ്മിയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ഫാമിലിയെ കൊണ്ടുവന്നു. അവരുടെ പേര് സവിത, പുള്ളിക്കാരത്തി മന്ദമരുതിയിലാണ്. ഇവര് എനിക്കൊന്നൊരു വില്ലേജിലാണ്. സവിത आपका गाँव का है? अच्छा. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ബർഡൻ ഉണ്ട് കേട്ടോ ഇവർക്ക്. Okay, it was very nice talking to you both. I wish you all the best in the future. നീ ആണേലും നമുക്ക് കാണാൻ എവിടെയും. Okay, thank you so much. Thank you. Okay.